ഞാൻ ഒരു വർഷത്തോളമായിട്ട് നിരന്തരമായിട്ട് മുംബൈ നഗരവീതിയിലൂടെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ അത്ര വണ്ടി ഓടിക്കുക അത്ര കോൺഫിഡൻ്റ് ഒന്നല്ല. ഞാൻ ബൈക്കും വലിയ വലിയ കാറുകളും, പ്രത്യേകിച്ച് വേർലി പോലത്തെ സ്ഥലത്ത് വളരെയധികം വലിയ ഇമ്പോർട്ടഡ്, എനിക്ക് പേര് പോലും അറിയാത്ത BMW മുകളിലോട്ടുള്ള വലിയ വലിയ വണ്ടികൾ പോകുന്നൊരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പോലെ പേടിയുണ്ട്. കാരണം എൻ്റെ വണ്ടിയുടെ ഇതൊന്നുകൊണ്ടും സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ ഇങ്ങനെ നിരന്തരമായി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ പല ആൾക്കാരുടെ മനുഷ്യ ജീവിതങ്ങളും ഇങ്ങനെ തന്നെയല്ലേ. നമ്മൾ പലപ്പോഴും ഒരു ഓട്ടത്തിലാണ് നമ്മൾ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടുതൽ ആൾക്കാർ നമ്മളെക്കാളും സ്പീഡിൽ ഓടുന്നു, നമ്മളെക്കാളും വലിയ വണ്ടിയിൽ ഓടുന്നു, നമ്മളെക്കാളും ചെറിയ വണ്ടിയിൽ ഓടുന്നു. അങ്ങനെയൊക്കെ നമ്മൾ സ്വയം തന്നെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കമ്പാരിസണിന് വലിയ അർത്ഥമില്ല. കാരണം ഈ ഓരോ ആൾക്കാരുടെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും വ്യത്യാസമാണ്. അപ്പം നമ്മളതിൽ ഇടയ്ക്ക് വരുന്ന തടസ്സങ്ങളിലൊക്കെ നമുക്ക് പലർക്കും ഒരേപോലത്തെ രീതികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ട വന്നേക്കാം. പക്ഷെ അതിന് നമ്മൾ എടുക്കേണ്ടി വരുന്ന എഫേർട്ട്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മൾ നേരിടുന്ന അതെല്ലാം നമ്മൾ പെർസീവ് ചെയ്യണം പല പല രീതിയിലാണ്. അത് നമ്മുടെ അപ്ബ്രിങ്ങിങ്, നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, അപ്പോൾ എല്ലാവരും സ്റ്റാർട്ടിങ് പോയിന്റ് എൻഡിങ് പോയിന്റും വ്യത്യാസമാണ്. ഇപ്പോൾ എൻ്റെ പിന്നിലൊരാൾ കുറേ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടും എൻ്റെ അടുത്ത് കുറേ ഹോൺ അടിച്ചാലും, അല്ലെങ്കിൽ നീ മറ്റവരെ പോലെ അത്ര സ്പീഡിൽ പോകണില്ലല്ലോ, നിനക്ക് വേഗം പൊക്കൂടെ എന്ന് പറഞ്ഞാലും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ വളർന്ന സാഹചര്യം, ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, എൻ്റെ കോൺഫിഡൻസ്, എൻ്റെ ഇതെല്ലാം വ്യത്യാസമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ മറ്റാളെന്നും ചെറുതെന്നല്ല. എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ പോകാനായിട്ടുള്ള എനർജിയും ശക്തിയും എനിക്ക് അതിനുള്ള കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് എനിക്കേ അറിയുള്ളൂ. എനിക്ക് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ എവിടേക്കാണ് ഞാൻ പോകേണ്ടത്, ഞാൻ എന്തിനാണ് പോകുന്നത്, ഇതെല്ലാം എനിക്കല്ലേ അറിയുള്ളൂ. അപ്പം എൻ്റെ മുന്നിൽ ഒരാൾ വന്നിരുന്ന് നീ ഭയങ്കര പതുക്കെയാണ് പോകുന്നത്, നീ സ്പീഡിൽ പോകില്ല, ചെറിയ ഗ്യാപ്പ്. പ്രത്യേകിച്ച് ബോംബെയിൽ ആൾക്കാർക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ഇഷ്ടമേ അല്ല. അപ്പം നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് അവർക്ക് എന്തോ വലിയ തെറ്റാണ്. അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ പല ഐഡിയൽസും പല പ്രിൻസിപ്പിൾസും നമ്മൾ വയ്ക്കുന്നത് മറ്റു പലർക്കും ഭയങ്കര തെറ്റായിരിക്കാം. പക്ഷെ നമ്മുടെ ശരിയാണത്. അപ്പം നമുക്ക് അതുകൊണ്ട് ജീവിച്ചാൽ മതി. അതേപോലെ ചെറിയ ഗ്യാപ്പിലൊക്കെ സ്കൂട്ടിയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കേട്ടപ്പോൾ എനിക്ക് പലപ്പോഴും ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹോൺ വരും. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കും, ഞാൻ ആ വഴി കൂടെ പോകാൻ കോൺഫിഡൻ്റ് അല്ല, നിങ്ങൾ എന്തിനാ പ്രഷർ ചെയ്യുന്നു, യു പുട്ടിങ് ഇൻടു മീ ഇൻടു പ്രഷർ. അതുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് പോകേണ്ട സമയത്ത് ഞാൻ പലപ്പോഴും എന്ത് ചെയ്യും, ഒന്ന് ഒതുങ്ങി കൊടുക്കും. അവർക്ക് വളരെ അത്യാവശ്യമില്ല, അവരങ്ങ് പൊക്കോട്ടെ. അതേപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ഓഫീസായിട്ടുള്ള പ്രൊഫഷണൽ ലൈഫിലും നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പലതും കോൺകർ ചെയ്യും, പലതും നേടും, പലതിൽ കൂടെ പോവും. നമ്മളുള്ള പ്രശ്നം എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജേണി എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തു, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ ഇന്ധനം എന്താണ്, നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണ്, നമ്മുടെ ഇന്നർ പവർ എന്താണ്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ആ ജേണി എത്ര മനോഹരമാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി എൻ്റേതായിട്ടുള്ളൊരു പേസിൽ എനിക്ക് എത്തേണ്ട സ്ഥലത്തേക്ക്. പക്ഷെ ഞാൻ വഴിയിൽ ആൾക്കാരെ കാണുമ്പോൾ പരമാവധി ആൾക്കാർക്ക് സ്പേസ് കൊടുത്ത്, നടക്കുന്ന ആൾക്കാർക്ക് വഴി കൊടുത്ത്, പറ്റുമെങ്കിൽ ചിരിച്ച്, ഇപ്പം ഞാൻ മുഖം കെട്ടിക്കുമ്പോൾ അവർ ചിരിച്ചാൽ പോലും അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അറിയുന്ന ആൾക്കാർക്ക് ഒരു ഹായ് ഒക്കെ കൊടുത്ത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പേസിൽ എൻ്റെ യാത്ര പോവുകയാണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ഓൺ ദാറ്റ്. അപ്പോൾ അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ യാത്രകൾ അതിമനോഹരമായിരിക്കണം. കാരണം നമ്മളാണ് ചെയ്യുന്നത്. ഇറ്റ്സ് അവർ ജേർണി. വെൻ യു ആർ ഇൻ എ ട്രാവൽ, it's not in a race to somebody. You are not even a race for yourself also. You can take pause. You can be in your own way.